ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് തൃശ്ശൂർക്കൊന്ന് പോവാണ്. മെയിനായിട്ട് നമ്മളൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ചേച്ചിയുടെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡ്രസ്സ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എനിക്കൊന്ന് സ്റ്റുഡിയോയിലും പോണം. അപ്പൊ ഞാന് അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ അല്ലേ? അപ്പൊ നമുക്ക് പോകാം. പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നിനക്ക് ഇന്നത്തെ എന്റെ മേക്കപ്പിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ ഫേസ് എങ്ങനെയുണ്ട്? നീ എല്ലാം പുതിയ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തേക്കണത്. ഞാൻ ഒരുങ്ങി വന്നപ്പോ സാപ്പി എന്റെ അടുത്ത് ചോദിക്കുക, ഇതെന്താ മുഖത്ത് എണ്ണ തേച്ച് വന്നേക്കണെന്ന്. ഞാൻ അങ്ങോട്ട് ഒരു നിമിഷം ഇല്ലാണ്ടായി പോയി ഗൈസ്. അത് കുറച്ച് കഴിയും നമ്മുടെ ഫേസിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും പോവാം. ഇതിൽ നിങ്ങൾക്ക് ആംബ്രൂനെ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും ഇത് മുന്നത്തെ വ്ളോഗാണ്. അതെ, ഇത് കുറച്ച് നാളായി എടുത്തു വെച്ചിട്ട്. ഞാൻ അങ്ങനെയാണ് ഗൈസ്, വ്ളോഗൊക്കെ എടുത്തു വയ്ക്കും, പിന്നെ കുറേ കഴിഞ്ഞാലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് ഇട്ടാൽ പോരെ. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ കഴിയണേറ്റ് മുന്നെയാണ് ഇറങ്ങണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിക്ക് ഒരു പാടമുണ്ട്, പുള്ളുപാടം എന്നാണ് പറയുക. അപ്പോൾ അന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആംബ്രൂന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ രാത്രിയാണ് പോയത്. അപ്പം ഇന്ന് നമുക്ക് പകൽ പോയി അവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇറങ്ങിയിരിക്കണത്. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും സൂര്യൻ്റെ പാട്ടിന് പോയിട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ രാത്രി. അന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞാൻ അങ്ങനെ സാപ്പിനോട് ചോദിക്കും, ഇവിടെ എന്താ സംഭവം എന്ന്, രാത്രിയിൽ എന്ത് പാടും വെള്ളമൊന്നും കാണാൻ പറ്റണില്ലല്ലോ. അപ്പോഴാണ് സാപ്പി പറഞ്ഞു നമുക്ക് ഡ്രസ്സ് കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് പകൽ വരാമെന്ന്. അപ്പോൾ ഇതാ ഒരാൾ ഇവിടെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ വരുന്ന ശബ്ദം കേട്ടിട്ട് നീറ്റ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പകൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ കുറവാണെന്ന്, രാത്രി നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ വഞ്ചിയും അങ്ങനത്തെ ആ ഒരു റൗണ്ട് ഇതാ പോണ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. സംഭവം എനിക്കതിൽ കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോൾ വെള്ളം കണ്ടാൽ ചെറുതായിട്ട് എനിക്ക് ഒരു തലകറക്കുണ്ട്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ആംബ്രു നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സാധനം. സംഭവം ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിരിക്കണം, ഇങ്ങനെ ലൈവായിട്ട് കറക്കണമെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ദാ ഈ 2 പേര് ഈ വഞ്ചിയിൽ വന്നിട്ട് ഇവിടെ പെട്ടുപോയി ഗൈസ്. അവർ അറ്റത്തുനിന്ന് വന്നവരാണ് കേട്ടോ. പിന്നെ തിരിച്ച് തുഴയാനാണെങ്കിൽ അവർക്ക് കൈ കടയുണ്ടോന്നു, തിരിച്ച് പോകണമില്ല. അവരിവിടെ പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് ശേഷം ഞാൻ സാപ്പിയുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ ഉള്ള കാരണമാണ് കേട്ടോ ഞാൻ ഇത് കട്ട് ചെയ്തത് വോയിസ്. പിന്നെ എന്തോ ഈ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പം ഞാൻ സാപ്പിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ആംബ്രൂനെ വീട്ടിലാക്കിയിട്ട് നമുക്ക് രണ്ടാൾക്ക് ഇതിൽ കയറിയാലോ എന്നൊക്കെ. എനിക്ക് ധൈര്യമുണ്ട്, ഇവർക്ക് ധൈര്യം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ സാപ്പി ഒന്നും വരില്ല. സാപ്പിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. എനിക്ക് തലകറക്കാണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് തിരക്കൊക്കെ കൂടി തുടങ്ങി. അപ്പം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ള കാരണം നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ആംബ്രൂവിന് ഇതാ സാപ്പി ഡിക്കിലൊക്കെ ഇരുത്തുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സാപ്പി കളിപ്പിക്കുക. ഭയങ്കര അഗ്രസീവായിട്ടാണ് കേട്ടോ സാപ്പിയുടെ കളിപ്പിക്കൽ. അത് ആംബ്രൂവിനാണെന്നുണ്ടെങ്കിലും എന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ വേദന എടുക്കും മേലൊക്കെ. പക്ഷേ ആംബ്രൂവിന് എന്തോ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇങ്ങനെയൊക്കെ ഓരോന്ന് വിക്രസുകൾ കാട്ടിയിട്ടാണ് കേട്ടോ കളിപ്പിക്കണത്. അപ്പോൾ ആംബ്രു അത് എൻജോയ് ചെയ്യണമുണ്ട്. അങ്ങനെ ആംബ്രുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മളിതാ അവിടെ നിന്ന് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ ആ ചേച്ചിയുടെ വീട്ടിലേക്ക്. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. സാപ്പി ഈ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒരു വീട് കാണിച്ചിട്ട് ഇത് മഞ്ജു വാര്യരുടെ വീടാ പറഞ്ഞിട്ടാ. എന്നിട്ട് ഞാൻ ചോദിക്കും ചെയ്തു. അപ്പൊ മഞ്ജു വാര്യർ ഇടക്ക് വരും, നിന്റെ അടുത്ത് വേറൊരാള് പറയാനാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ അങ്ങനെയൊക്കെ നോണ പറഞ്ഞു. ഇതാണ് സാപ്പി നോണ പറയുന്നത്. എന്നിട്ട് ഇപ്പൊ ഞാനേ മഞ്ജു വാര്യരുടെ വീട് എത്തിയ പറയട്ട വീഡിയോ എടുക്കാനാ പറയണേ. അത് ഞാൻ വെറുതെ പറഞ്ഞു. മഞ്ജു വാര്യർ അറിഞ്ഞാൽ മതിയായിരുന്നു. മഞ്ജു വാര്യർക്ക് ഈ ഭാഗത്ത് വീടുണ്ട്. ഇവത് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് താത്താടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അവർക്കൊന്നും അറിയില്ല ഗൈസ്. നമ്മളവിടുന്ന് ഇറങ്ങി ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ചേച്ചിക്ക് ഡ്രസ്സൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളപ്പോൾ കല്യാൺ 99 കേട്ടോ ഒന്ന് കയറുന്നത്. ഇവിടെ കുറേ പേർക്ക് അറിയായിരിക്കും, ഇവിടെ ഭയങ്കര പ്രൈസ് കുറവാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ വീട്ടിലിടാനുള്ള ബനിയൻ അങ്ങനെ പാൻറ്റൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കാറ്. ആംബ്രൂനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിടണ ആ ഒരു ടൈപ്പൊക്കെയാണ് കൂടുതൽ, അല്ലാണ്ട് മറ്റ് ജീൻസ് ടോപ്പ് അങ്ങനത്തെ ഒന്നും എനിക്ക് അത്ര കളക്ഷൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ സ്റ്റുഡിയോയുടെ അത്രയ്ക്കൊന്നും. പക്ഷേ വീട്ടിലിടുന്ന കുറേ ബനിയനും കാര്യങ്ങളും ടോപ്പൊക്കെ ഇഷ്ടം പ്രകാരം ഉണ്ട്. അങ്ങനെ ഞാൻ പാൻറ്റൊക്കെ എടുത്ത് ആംബ്രൂനും കുറച്ച് ഡ്രസ്സ് അവിടെ നിന്ന് നമ്മൾ എടുത്തു കേട്ടോ. സ്റ്റുഡിയോ പോലെ തന്നെയാണ് കേട്ടോ, കുട്ടികൾക്കുള്ള കുറേ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ വീട്ടിലിടാനുള്ള അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ പോയത്. സ്റ്റുഡിയോയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കൊന്നും തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. സാപ്പി എന്തോ ഷർട്ടോ ടീഷർട്ടോ അങ്ങോട്ട് നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ കാരണം ഓർമ്മയില്ല ഗൈസ്. സാപ്പി എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും എടുത്തില്ല, എനിക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. വീട്ടിൽ പോയിട്ട് നമ്മൾ ആംബ്രൂവിനെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മുടെ വീട് തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പുതിയ ഹോട്ടൽ അപ്പുറത്ത് തുറന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. ആംബ്രൂവിന് ഫുഡ് കൊടുക്കണ്ടേ, അപ്പോൾ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇന്നാണ് അപ്പോൾ ഓപ്പൺ ആക്കിയത്. ഇതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഒരു വ്ളോഗിലും അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ നമ്മൾ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കണതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനായത്, നമ്മൾ മുന്നേ എടുത്ത് വെച്ച വ്ളോഗല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ഫുഡ് കഴിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആലോചിച്ചിട്ട് നമ്മൾ ഷവായും പിന്നെ മന്തി റൈസാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല വിശന്നിട്ടാണ് ഞാൻ ഇരുന്നത്. വേഗം ഫുഡ് വന്നാൽ മതിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ വന്നത് വേറെ 2 പേരാണ്, ജുനൈദിക്കും കുട്ടാപ്പുമാണ് കേട്ടോ. കുട്ടാപ്പിന് കഴിക്കാൻ പറ്റില്ല, കാരണം അവനക്ക് ഫുഡിൽ ഫുഡ് പോയ്സൺ ആയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കരുതെന്ന് കേട്ടോ. അപ്പോൾ ജുനൈദിക്ക് നമ്മുടെ കൂടെ കഴിക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് വന്നത്. ഈ മന്തി റൈസ് വേറൊരു പേരുണ്ട് കേട്ടോ, ഇത് കുറച്ചിങ്ങനെ മസാലയൊക്കെ പോലത്തുള്ളൊരു മന്തി റൈസാണ്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ട് നമ്മളിതാ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കിപ്പോൾ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു പീസൊക്കെ എടുത്ത് റൈസൊക്കെ ഇട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. കഴിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ മന്തി റൈസ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി, പ്രത്യേകിച്ച് നല്ല വിശപ്പുള്ള കാരണം ഞാൻ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് ഇങ്ങനെ ഒരു ഹോട്ടലുള്ളത് ഭയങ്കര സൗകര്യമാണ് കേട്ടോ എനിക്ക്, കാരണം നമുക്ക് തോന്നുമ്പോഴൊക്കെ വന്ന് ഫുഡ് കഴിക്കാമല്ലോ, വേറെ എങ്ങോട്ടും പോകണ്ട, പെട്ടെന്ന് നമുക്ക് റെഡിയായി പെട്ടെന്ന് തന്നെ കഴിക്കാം വിശപ്പുള്ള സമയത്ത്. ഞാൻ എന്തൊക്കെയോ സാപ്പിയുടെ അടുത്തും ജുനൈദിക്കാടത്തൊക്കെ ഇരുന്ന് എണ്ണി പെറുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചു. അതിനുശേഷം അവർ നമുക്ക് ലഡും മിഠായി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇന്ന് ഓപ്പൺ ആക്കിയ ദിവസമല്ലേ. അപ്പോൾ നമ്മൾ അതും വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് എന്തൊക്കെയാണ് പറയുകയാണ് കേട്ടോ, അത് നമുക്ക് വേണ്ടപ്പെട്ടവരായി ഈ ഹോട്ടലും ഈ ഹോട്ടലത്തെ ആൾക്കാരും. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചു കിട്ടാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.